തീയരെ ഈഴവരുടെ ഉപജാതിയിൽ നിന്നും മാറ്റി പ്രത്യേക സമുദായമായി സർക്കാർ രേഖപ്പെടുത്തണമെന്ന ഹൈക്കോടതി വിധി നടപ്പിലാക്കുന്ന സ്ഥാനാർത്ഥിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് നൽകുമെന്ന് ഭാരവാഹികൾ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പല മുന്നണികളും മലബാറിലെ ശക്തമായ തീയ സമുദായത്തെ പല മണ്ഡലങ്ങളിൽ തഴയുകയും ജയസാധ്യതയില്ലാത്ത സീറ്റുകൾ നൽകിയതായും പ്രതിഷേധാർഹമാണെന്നും ഭാരവാഹികൾ ആരോപിച്ചു. ചെറിയ സമുദായങ്ങൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുമ്പോൾ സമുദായത്തിന്റെ ആവശ്യങ്ങളെ സർക്കാർ അവഗണിക്കുകയാണ്. അതുകൊണ്ട് സമുദായ ആവശ്യങ്ങൾക്ക് പിന്തുണ നൽകുന്നവരെ വിജയിപ്പിക്കാനാണ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമെന്നും വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. സമുദായം തിരിച്ചിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മുന്നണികളും വീതം വെക്കുന്ന ഒരു ശൈലി കേരളത്തിൽ ഞങ്ങളിവിടെ പറയുന്നത് ഒരു വിലപേശലല്ല. ഈ മലബാറിൽ ഏറ്റവും പാലക്കാട് മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ, തൃശ്ശൂർ അടക്കമുള്ള 7 ജില്ലകളിൽ ഇത്രയും പ്രബലമായ ഒരു സമുദായത്തിന്റെ അവസ്ഥയാണ് നമ്മളിവിടെ പറയുന്നത്. എന്തുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് നേതാക്കന്മാർ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും സംഭാവന നൽകിയ ഒരു സമുദായമാണ് തീയ സമുദായം. അല്ല അത് അവരെ രാഷ്ട്രീയം, അതുകൊണ്ട് ഞങ്ങൾ ആ നേതാക്കന്മാരാരും ഞങ്ങളെ സമുദായത്തിന്റെ നേതാക്കൾ എന്ന് പറയുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ കാണേണ്ടത് തെക്കൻ കേരളത്തിലെ ഈഴവ SNDP പോലുള്ള ഈഴവ സംഘടന ഇവിടെ മലബാറിൽ വരികയും ഞങ്ങളെല്ലാം ഒന്നാണെന്ന് പറയും ഒരു കാറ്റഗറിയിൽ ഉൾപ്പെട്ടു എന്നതിനപ്പുറം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമില്ല. നിങ്ങൾ മനസ്സിലാക്കും. ഈ ഈഴവ ബാർ, തീയ ബാർ, വില്ലബ എന്ന OBC 14% സംവരണം ഒരു കാറ്റഗറിയിൽ പെട്ടു എന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ അത് ഓറല്ല, ഈഴവ ഓർ തീയ അല്ല. അത് അതാണ് നമ്മുടെ ആവശ്യം വളരെ ന്യായമാണ്. ഈ സമുദായത്തിലെ കുട്ടികൾക്ക് ഇന്ന് മെറിറ്റിൽ പഠിച്ചിട്ട് മാർക്ക് നേടി ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ പോകുക എന്നല്ലാതെ ഭരണഘടന നൽകുന്ന സംവരണം ലഭിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അല്ല അതുണ്ട്, ഇല്ലാതെ ഞങ്ങൾ പറയുന്നില്ല. പക്ഷേ ഈ ഏത് സമുദായത്തിനാണോ ആ മണ്ഡലത്തിൽ മുൻഗണന അല്ലെങ്കിൽ അംഗസംഖ്യ കൂടുതലുള്ളത് അതിനനുസരിച്ച് പരിഗണന കൊടുക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നമ്മൾ ഭാരവാഹികളായ തീയ മഹാസഭാ സംസ്ഥാന പ്രസിഡന്റ് ഗണേഷ് അരമങ്ങാനം, സെക്രട്ടറി പ്രേമാനന്ദൻ നടുത്തൊടി, ഗജാൻജി CK സദാനന്ദൻ, ഗണേഷ് മാവിനക്കട്ട, MT പ്രകാശൻ എന്നിവർ സംസാരിച്ചു. സിറ്റി ന്യൂസ് കണ്ണൂർ.